ലക്ഷ്യമില്ലാത്ത ഒരു യാത്ര നടത്തുകയാണ് നമ്മുടെ യുവാക്കൾ, യുവതികൾ. ഒരു ലക്ഷ്യമില്ല, ഭ്രാന്തന്മാരെന്ന് പറയാം. അതിനാണ് ഇപ്പോഴത്തെ പുതിയ ഫാഷനിലെ പേര് ഫ്രീക്കന്മാർ. എല്ലാ വണ്ടിയുടെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീക്കന്മാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു ഡൂക്ക് എടുക്കും, ഒരു ബൈക്ക്, ഒരു പോക്കാണ് അവൻ. എന്ത് മലക്കുൽ മൗത്താണോ ഈ പോകുന്നത്, ജിബ്രീലാണോ ഈ പോകുന്നത്, ഇസ്രാഫീലാണോ ഈ പോകുന്നത്, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവന്റെ ഈ പോക്കണ്ട ഒരു പിടുത്തം വിട്ടൊരു പോക്കല്ല. 2 ദിവസം കഴിഞ്ഞ പത്രത്തിൽ കാണും, ഇന്ന ചങ്ങാതി ഇന്ന വണ്ടിയുടെ അടിയിൽ കിടക്കുന്നു, ഇന്ന ചങ്ങാതി ഇന്ന ടോറസിന്റെ കീഴിൽ കിടക്കുന്നു. ഇതാണ് നമ്മുടെ മനുഷ്യന്റെ അവസ്ഥ. അവന്റെ യാത്ര അവന് പോലെ എവിടേക്ക് പോകുന്നു അവനോട് തന്നെ ചോദിച്ചാൽ അവനെന്നെ അറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകുൻ തുഫതം മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ ഏ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, യുവ സമൂഹമേ, അയ്യുത്രക സുദാ, നിങ്ങളെ വെറുതെ വിടപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയ്യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയുംനാ, ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ? ഫജഅല മിൻഹു സൗജൈനി ദകറ വൽ ഉൻസാ, നിങ്ങളെ സൃഷ്ടിച്ച് സംഹരിച്ച് നിങ്ങൾക്ക് സൗന്ദര്യവും സന്തോഷവും സൗകര്യവും ചെയ്തു തന്നിട്ട് ആണും പെണ്ണുമായി തരംതിരിച്ച് ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കാനുള്ള സൗകര്യം നാം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ? അങ്ങനെ നിങ്ങൾ മരിച്ചുപോയാൽ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന് മനുഷ്യ നീ കരുതുന്നുണ്ടോ? ചോദ്യം, മറുപടി കണ്ടെത്തണം. ഈ ലക്ഷ്യമില്ലാതെ ഓടുന്ന ഈ ചങ്ങാതിമാര് മറുപടി കണ്ടെത്തണം. നീ എവിടേക്കായി പോകുന്നത്? നിന്റെ പോക്ക്, നിന്റെ മുടി കണ്ടില്ലേ, നിന്റെ ഡ്രസ്സ് കണ്ടില്ലേ, നിന്റെ കോലം കണ്ടില്ലേ? പള്ളിക്കൽ നിസ്കരിക്കാൻ വന്നാല് കാത് കുത്തിയിട്ട് വരുന്നു. ഇവൻ മുസ്ലിം ആണെന്ന് തന്നെ അറിയില്ല, കാത് കുത്തിയിട്ട് വരുന്നു. മുടി പെണ്ണുങ്ങൾ കെട്ടുന്ന പോലെ. എന്റെ പള്ളിയിൽ തന്നെ ഒരു ചങ്ങാതി കഴിഞ്ഞ ദിവസം നിസ്കരിക്കുന്നു, സുജൂദ് ചെയ്തപ്പോ ഈ പെണ്ണുങ്ങളുടെ കൂട്ടുള്ള ബാക്കിൽ കെട്ടിയിരിക്കുന്ന മുടിയെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഞാൻ അവിടെ ഇരുന്നോണ്ട് നോക്കി, എന്ത് ചെയ്യാന്ന് ചങ്ങാതി. നമ്മളിവന് പ്രസംഗിക്കും, പൊതുവെ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ആക്ഷേപിക്കലല്ല, പുറത്തിങ്ങനെ കെട്ടിയിട്ട് കൊണ്ട കെട്ടാന്ന് എന്തൊക്കെ പറയും, ഇങ്ങനെ മുടി കെട്ടിട്ട്. ഇല്ല ഉസ്താദേ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, എന്താട്ടോ പെണ്ണുങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് റിബൺ ഇട്ട് കെട്ടും. റിബൺ ഇടുക, ബോ വെക്കുക, ബോ പെണ്ണുങ്ങള്, അത് തന്നെ ആണുങ്ങള്. ആദരവായ ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അർബഅത്തുൻ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി. നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളോടാണ് എന്റെ ഉപദേശം. കാരണം നിങ്ങളുടെ മക്കൾ ഇവിടെ ഇല്ല, അവർക്ക് നിങ്ങൾ പോയി ഉപദേശിച്ചുകൊട്. അല്ല, എത്ര മൊത്തം കിളവി, മൊത്തം കിളവന്മാര്, പേര് വിഷയം യുവതി യുവാക്കള്. പൊതുവെ ഞാൻ പറയട്ടെ, കാരണം സംഭവം വാതുകൊക്കെ ഇപ്പൊ അവരേ ഉള്ളൂ, പള്ളിക്കപ്പായാലും ഇവരേ ഉള്ളൂ, ഇബാദത്ത് ചെയ്യാൻ ഇവരേ ഉള്ളൂ. നിസ്കരിക്കാൻ പോയാലും ആരുണ്ട്? കുറെ വയസ്സുകളായ തള്ളമാര്. പള്ളിക്ക് പോയാലും കുറെ വയസ്സന്മാരായ ഉപ്പന്മാര്, പാവം അവരിപ്പോ കസേരയിൽ പോയി. യുവാക്കളെവിടെ? യുവാക്കളെവിടെ? നമ്മുടെ നാട്ടിൽ ഇത്രയുള്ള യുവാക്കൾ കേൾക്കാൻ ഇവിടെ നിന്നല്ല, എവിടെ ബാള് വെച്ചാലും അവർക്ക് അതിനോടൊരു താല്പര്യമില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതാണ് നമ്മൾ വേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവർക്ക് ഇതിനോട് താല്പര്യമില്ല.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഅത്തുൽ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി. അർശിന്റെ മുകളിൽ വെച്ച് ശാപ പ്രാർത്ഥന അല്ലാഹു നടത്തിയപ്പോ അമ്മനത അലൈഹിമുൽ മലായിക, മാലാകമാർ ആമീൻ എന്ന് പറഞ്ഞ 4 വിഭാഗം ആളുകളുണ്ട്. മലക്കൾ ആമീൻ പറഞ്ഞു. മലക്കൾ പറഞ്ഞു ആമീൻ. മലക്കൾ പറഞ്ഞു, മലക്കൾ ആമീൻ എന്ന് പറഞ്ഞു. അല്ലാഹ് ശപിച്ചപ്പോ അർശിന്റെ മുകളിൽ വെച്ച് 4 വിഭാഗത്തെ അവരുടെ മേൽ ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആമീൻ. മലക്കൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരാണവർ? ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ്, യുവാക്കളാണ്. ഹബീബായ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ. സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സഹാബത്തെ. പെണ്ണുങ്ങൾ മൂക്ക് കുത്തുന്നത് പോലെ യുവാക്കൾ മൂക്ക് കുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല. പെണ്ണുങ്ങള് കമ്മലിടുന്നത് പോലെ തന്റെ കാതുകുത്തുന്നത് പോലെ യുവാക്കളും കാതുകുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ, അതേ ഭാവത്തോടെ, അതേ ആ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗം യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാ, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം വശദ്ദ മിനു, അതുക്കും മേലെ അതുക്കും അപ്പുറത്ത് സംഭവിക്കും സഹാബ. അതുക്കും മേലെ സംഭവിക്കാതെ ലോകമസ്തമിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായും പുരുഷന്മാര് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ. ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തുത ഏതാണ്? ശരിയല്ലേ? മുടി കെട്ടുന്നത് പെണ്ണുങ്ങളെ പോലെ, വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെ പോലെ, ബോ വെക്കുന്നു, മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിയിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു, ഒരു ആർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് തലയിൽ വെക്കുന്നു, കാത് കുത്തുന്നു, മൂക്ക് കുത്തുന്നു. പോട്ടെ, എല്ലാം പോട്ടെ. ലിംഗം മാറ്റി വെക്കുന്നു. തീർന്നില്ല. എന്താ തങ്ങളെ പ്രസിഡന്റ് സമ്മതിച്ചു അതേന്ന് ആണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ആ മൊബൈലിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ. നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്തത് ഉസ്താദ് പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല. ഇത് കാണിച്ചെന്നാണ് ഞാൻ കാണിച്ചു തരും. ഞാൻ റെഡിയാക്കി വെച്ചിരിക്കല്ലേ. ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് 2 ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ, 2 ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി. 2 ചെറുപ്പക്കാർ, ഫോട്ടോ ഒക്കെ ഉണ്ട്. കണ്ടാൽ ഐശ്വര്യറായി തോറ്റു. അടിപൊളി സാധനം. അത്രയ്ക്ക് ഇരിക്കാൻ കണ്ടാൽ ആണാണ് സംഭവം, പക്ഷെ പെണ്ണായിട്ട് മാറി. എന്നാലോചിച്ച് നോക്കി, ആണ് പെണ്ണാവുന്ന ഒരു കാലം വരുന്നില്ല. ബിസ്മില്ലാഹ് പറഞ്ഞല്ലേ, അതങ്ങനെ ആയില്ലേ? ഇതാകണല്ലോ. അല്ലെ ഈ ദുനിയാവ് അസ്തമിച്ചിവിടുന്ന് പോകാൻ പറ്റുള്ളൂ നമുക്കൊക്കെ. ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വന്നതാണിത്. ആണ് പെണ്ണിന്റെ കോലം കിട്ടും. കറക്റ്റ് അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ 90,000 റുപ്യാണ് അതിന് ചെലവ്. ഈ 90,000 റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോ അവന്റെ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട്. കാലം പോയ പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ പെണ്ണ് ആണായി. ഇതൊന്നും ഇപ്പൊ ഞങ്ങളിപ്പോ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിലടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാമല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യമാണ്. പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച.
നമ്മുടെ ചർച്ച അതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇതുണ്ട്, സംഭവിക്കണം. പെണ്ണ് ആണാവും, ആണ് പെണ്ണാവും. പെണ്ണ് ആണിന്റെ കോലം കെട്ടും, ആണ് പെണ്ണിന്റെ കോലം കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിക്കപ്പെട്ടവരുടെ രണ്ടാമത്തെ കൂട്ടത്തിൽ ആരാ? അൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ്, ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ്. ടീഷർട്ട് ഇടുകയാണ്, ഇറുകിയ ജീൻസ് ധരിക്കുകയാ, തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ്, തന്റെ ലിംഗം മാറ്റിവെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കില്ല സ്വഹാബത്തേ. അവർ ശപിക്കപ്പെട്ടവരാണ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്. ആദരവായ ഹബീബായ തങ്ങളും മാലാകമാരും സ്വാലിഹീങ്ങൾ അടക്കമുള്ളവർ അവരെ ശപിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലഅനല്ലാഹു റജുലാ യൽബസു ലിബ്സതൽ മർഅതി. ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ്, ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ, അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ്. നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം, ആ ഖബർ നിന്നെ വെറുതെ വിടില്ല കേട്ടോ. അല്ലാഹുവേ, ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന്, അധാർമികത്വത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. നബി തങ്ങൾ പറയുകയാ, അവരുടെ മേൽ ശാപമാ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണെ, ലഅനല്ലാഹു ഇംറാതൻ, ഒരു പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. തൽബസു ലിബ്സതർ റജുലി, ഒരു പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണെ, അല്ലാഹു അവളെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല, പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല. പെണ്ണ് പെണ്ണ് തന്നെയാണ്, ആണ് ആണ് തന്നെയാണ്. ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആണും പെണ്ണിനെ ഒന്നാക്കുക, അതിനാണിപ്പോ എന്താ ലിംഗസമത്വമെന്നോ ജെൻഡർ ന്യൂട്രാലിറ്റിന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട്. ആണും പെണ്ണും ഇനി ഇത് ആണും പെണ്ണും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മരയുടെ ആവശ്യമില്ല, ഈ മരയുടെ ആവശ്യമില്ല. ആണും പെണ്ണും ഒരേപോലെ ഇരുന്ന് വാത് കേൾക്കണം. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം പി കൊച്ചിക്കോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും. ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും. നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ആണുങ്ങളായിരിക്കും, മുക്രിച്ച പെണ്ണായിരിക്കും ചിലപ്പോ. അങ്ങനത്തെ ഒരു കാലം വരും. നിങ്ങൾ ചിരിക്കണ്ട സംഭവം അല്ല, അതല്ലേ ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ആണ് പെണ്ണാവുക പെണ്ണാണാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി. പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിംഗ്, ആണുങ്ങൾക്ക് പ്രത്യേക, അങ്ങനെയൊന്നുമില്ല. ചില സ്ഥലത്ത് പോകുമ്പോഴേ ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, ആണിനും പെണ്ണിനും ഒറ്റ ക്യൂ, പെണ്ണിന്റെ ബാക്കിൽ പോയിട്ട് ആണ് ഇങ്ങനെ നിന്നോണം, അതാണ് ക്യൂ. പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ, ആണുങ്ങൾക്ക് വേറെ ക്യൂ. അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ്. പക്ഷെ സാധിക്കില്ല. ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ അത്, ഇസ്ലാമിനെതിരാണല്ലോ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം, പെണ്ണിന് വേറെ നിയമം, അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല, അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത്. പൊതുവായ നിയമമുണ്ട്, അതല്ല ആണിന് ആണിൻ്റെതായ നിയമമുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ നിയമമുണ്ട്. അങ്ങനല്ലേ? പെണ്ണിന് നമുക്ക് സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, പെണ്ണ് വീട്ടിലിരുന്നാ മതി, പെണ്ണ് വീട്ടിൽ ഇബാദത്ത് ചെയ്താൽ മതി, ആണ് പള്ളിക്ക് വരട്ടെ, അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ പോയിട്ട് ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് അതിന്റെ കൂലി ഇട്ടോ? അത് വലിയൊരു സംശയം തന്നെയാണ്. പരിശുദ്ധമായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയങ്കരിയാണ്, പ്രിയതമയാണ്, സഹധർമ്മിണിയാണ്, ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങൾ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്, നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ
പങ്കെടുക്കുകയല്ലേ നബിയേ? അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ, അങ്ങയുടെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. അങ്ങ് പള്ളിയിൽ നമസ്കരിക്കുമ്പോ, തറാവീഹ് പങ്കെടുക്കുമ്പോ, അവിടെ ഒരുപാട് ഇഫ്താറിലും ഇബാദത്തുകളും ഖിയാമിലും ഒക്കെയായി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ യാ റസൂലല്ലാഹ്? പരിശുദ്ധമായ റമളാനാണ്. പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു, ഇബാദത്ത് എടുക്കുന്നു. സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ്. ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ? അതിന്റെ പ്രയോജനം ഉണ്ടാകുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ഉമ്മു സലമ എന്ന അള്ളാന്റെ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ്. ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ്. ആശങ്ക സ്ത്രീകൾക്ക് ശരിയല്ലേ? നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വിഷമാണ്. നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു, തറാവിഹിൽ എല്ലാവരോട്ട് കൂടുന്നു, അവിടെ നോമ്പ് തുറക്കുന്നു, എന്താണ് റാഹത്തില്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി തരിക, കോഴിക്കറി ഉണ്ടാക്കി തരിക, ഇറച്ചി ഉണ്ടാക്കി തരിക, പത്തൽ ഉണ്ടാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി. ഞങ്ങൾക്ക് ഈ കൂലി കിട്ടുമോ? അതാണ് ചോദിച്ചതിന്റെ സാരാംശം. നിങ്ങൾ ആണുങ്ങൾക്ക് അല്ല എന്തെല്ലാം ചെയ്യുന്നു, പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാം, നിങ്ങൾക്ക് എത്ര കൂലിയാ അല്ലാഹ് തരുന്നത്? ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബിക്ക് മറുപടി പറയാൻ പറ്റൂല, മോളിൽ നിന്ന് ഉത്തരവ് കിട്ടണ്ടേ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ നബി തങ്ങൾ എങ്ങനെ മറുപടി പറയും? ഇതിനെക്കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനിയായിരുന്നു. ഇതാ വരുന്നു നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഓതി കൊടുക്കുകയാണ് സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത്, വലിയ ഒരായത്ത്. واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نخيرا. പരിശുദ്ധമായ ആയത്തിറങ്ങുകയാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക്. സഹോദരിമാരെ, നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന് പറയുകയാണ്, നബിയേ, ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നബിയേ. സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താൽ കൂലിയുണ്ടോ? സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്താൽ കൂലിയുണ്ടോ?
പുരുഷന്മാര് പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ, ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ആയത്തിറക്കി അല്ലാഹു അതിന് മറുപടി പറയുകയാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. പൊന്നുപെങ്ങളെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ. ഒന്ന്, വീട്ടിലിരുന്ന് ഓതിക്കോ. വീട്ടിലിരുന്ന് ഖുർആൻ ഓതിയാല് എല്ലാ ഇടങ്ങേറും പോവും, എല്ലാ പിശാചും പോവും, എല്ലാ ശൈത്താനും പോവും. സൂറത്തുൽ ബഖറ ഓതിക്കോ. സൂറത്തുൽ ബഖറ ഓതിയിട്ട് വെള്ളത്തിൽ ഓതി കുടിക്കണേ. അത് നിങ്ങൾ കുളിക്കണേ. അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ, ചിതരണേ. എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങിപ്പോകാൻ അതൊരു കാരണമാണ് കേട്ടോ. സൂറത്തുൽ ബഖറ ഉറക്ക ഓതണം. പരിശുദ്ധമായ ഖുർആനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട്, ഏത് പിശാചിനെ ഹാളിറാക്കാനുള്ള ആയത്തുണ്ട്. ആ പിശാച് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കതവ് തട്ടുന്നു, ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു, ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു, ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ ഏത് ശൈത്താനും പമ്പ കിടക്കും. പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല. ഖുർആന്റെ ആയത്താണിത്. വീട്ടിൽ ഓതിക്കോളാൻ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും. പക്ഷെ അതിന്റെ മഹത്വം ഖുർആന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹിഫാദത്ത്, സംരക്ഷണം, പരിശുദ്ധമായ ആയത്തുകള്, സൂറത്തുകള്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇസ്തിആദ, ഇതിലൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആയത്തിറക്കി കൊടുത്തു. ഇതാണ് ഓതി കൊടുക്കുന്നു. വീട്ടിൽ നിങ്ങൾ ഓതിക്കോളി. ഖുർആനാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. കണ്ടോ, അല്ലാഹ് വേർതിരിച്ചു പറഞ്ഞു. മുസ്ലിമായ പുരുഷൻ, മുസ്ലിമത്തായ സ്ത്രീ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിയായ പുരുഷൻ, സത്യവിശ്വാസിനിയായ സ്ത്രീ. പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അല്ലാഹ് ഇറക്കി കൊടുത്താണ്. സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി. ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്താൽ കൂലി ഉണ്ടോ? പുരുഷന്മാർക്ക് മാത്രം അല്ലാഹ് വാരിക്കോരി കൊടുക്കുന്നു, ഞങ്ങൾക്കില്ലേ? ഞങ്ങൾക്ക് കുറവാണോ? ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ്. ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കാമാർ തന്നെ. ഇപ്പൊ വസ്തുവിന്റെ, സ്വത്തിന്റെ, പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർഗോഡുള്ള ഒരു വക്കീലിന്റെ ഭാഷണമൊക്കെ വന്നല്ലോ. അതിനൊക്കെ മറുപടി ഖുർആനിലുണ്ട്. ഞാൻ അതിലേക്ക്, എന്റെ വിഷയം അതല്ലാത്ത ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയാണ്, പുരുഷൻ സ്ത്രീ വേർതിരിച്ച് പറയാണ്. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും ജെൻഡർ ന്യൂട്രാലിറ്റി, ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളണം. ഖാനിതീൻ പുരുഷന്മാർ, ഖാനിതാത്ത് സ്ത്രീകൾ. അനുസരണയുള്ള പുരുഷന്മാർ, അനുസരണയുള്ള സ്ത്രീകൾ. വസ്സാദിഖീന വസ്സാദിഖാത്ത്. ഉണ്ടോ? സാദിഖീങ്ങളായവർ, സാദിഖാത്തുകളായവർ. ഇവിടെ പ്രത്യേകിച്ച് അല്ലാഹ് പറഞ്ഞ വാക്കല്ല. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമയുള്ള പുരുഷന്മാർ, ക്ഷമയുള്ള സ്ത്രീകൾ. വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ, വിധേയത്വമുള്ള സ്ത്രീകൾ. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്ന പുരുഷന്മാർ, സദഖ ചെയ്യുന്ന സ്ത്രീകൾ. കണ്ടോ? അപ്പൊ സദഖയിലും രണ്ടുപേരുണ്ട്. ഇവര് ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ. മൊത്തത്തിൽ നോമ്പെന്നങ്ങ് പറഞ്ഞ പോരെ? നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹ് ഈ ആയത്തിറക്കിയത്. സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അല്ലാഹ് ഈ ആയത്തിറക്കിയത്. എല്ലാ സ്ത്രീകള് പുരുഷന്മാർക്കേ ഉള്ളൂ, പുരുഷന്മാർക്കേ ഉള്ളൂ, പുരുഷന്മാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നും വേണ്ടേ? ഇതിന് പരിഹാരമാണ് അല്ലാഹ് ഈ ആയത്തിറക്കുന്നത്. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും. വൽദാകിരീന അല്ലാഹ കസീറാ വൽദാകിറാത്ത്,
അധികമായി ദിക്ർ ചൊല്ലുന്നത് പുരുഷനാണോ, അധികമായി ദിക്ർ ചൊല്ലുന്നത് സ്ത്രീകളാണോ? ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ്. പുരുഷന്മാരെ, യുവാക്കളെ, നിങ്ങൾ അധികമായി ദിക്ർ ചൊല്ലിയാലും, സ്ത്രീകളെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ദിക്ർ ചൊല്ലിയാലും അഅദ്ദല്ലാഹു ലഹു മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. വലാ യുളമൂന നഖീറാ. ഒരൽപ്പം പോലും അല്ലാഹു കുറയ്ക്കുകയില്ല കേട്ടോ. ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അത് നിങ്ങൾക്കും കിട്ടും. ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ, നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ചാൽ നിങ്ങൾക്കും കിട്ടും. ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും. അതിനാ അതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് അങ്ങനെ എങ്ങനെ അള്ളാഹ് പറഞ്ഞിരുന്നത് നമ്മൾ പുറയെ തന്നെ നിസ്കരിച്ചാൽ നമ്മൾ പള്ളിയിൽ പോകില്ല. എങ്ങനെയെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ്. പുറയ്ക്ക് നിസ്കരിക്കാൻ, വീട്ടിൽ നിസ്കരിക്കാൻ. പെണ്ണുങ്ങൾക്ക് ഇത്ര സൗകര്യം അള്ളാഹ് ചെയ്തു കൊടുത്തിരിക്കാൻ. നിങ്ങൾ അവിടെ നിസ്കരിച്ചോളി. മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നന്മ ചെയ്യുന്നത് ആരാണോ അവർ സത്യവിശ്വാസിയാണ്. ആണിന് കൊടുക്കുന്നത് പോലെ പ്രതിഫലം അല്ലാഹു ആ പെണ്ണിനും നൽകുമത്രേ. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ഭൗതികമായ ലോകത്ത് അല്ലാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്, പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്. ഫൗലൈക യദ്ഖുലൂനൽ ജന്ന. അമലുകളുടെ പേരിൽ അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വലാ യുളമൂന നഖീറാ. അല്ലാഹു ഒരൽപ്പം പോലും അവരോട് അക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. പിന്നെന്താ വിഷമം? പിന്നെന്താ വശം? ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. പ്രത്യേകം അല്ലാഹ് എടുത്തു പറഞ്ഞു. ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. ഒരാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് 50, ആണിന് 100 അല്ല. ആണിന് 100 ആണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് 100 അല്ലാഹ് കൊടുക്കും. പിന്നെന്ത് വേണം? വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആണിനും അല്ലാഹു കൊടുക്കുന്നു, പെണ്ണിനും അല്ലാഹു കൊടുക്കുന്നു. അപ്പൊ ആണ് വേറെ, പെണ്ണ് വേറെ. അവരുടെ ജിൻസ് ശാരീരികമായി ഇബാദത്തിൽ ഒരേ കൂലിയാണ്. ഒരു കുറവും അല്ലാഹു നൽകുകയില്ല. അത് ആദ്യം ശ്രദ്ധിച്ചോളി. ഭർത്താവിനെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ്, കൂടുതൽ കൂലി കിട്ടും. ഒരു പെണ്ണിന് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത് ആണുങ്ങളെക്കാൾ എന്നാ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുണ്ട്. അത് ഗർഭിണിയാവുമ്പോ, അതൊക്കെ അതിന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും. ഒരു ഭയങ്കര കൂലിയാണത്. ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ? എന്താണ് അവർക്ക് കൂലി? അത് ആണിന് കിട്ടോ? ഇല്ല, ആ കൂലി ആണിന് കിട്ടൂല. മുല കൊടുത്താൽ ആണിന് കൂലി കിട്ടൂല, ഉപ്പാക്ക് കിട്ടൂല, ഉമ്മാക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല, ഭാര്യയ്ക്ക് കിട്ടുക. പ്രസവിക്കുന്നു, ഭാര്യയ്ക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല. നമുക്ക് കിട്ടൂല, നമുക്കിതൊന്നും കിട്ടൂല അല്ലേ? അതാണ് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത്. നിങ്ങൾക്ക് വലിയ നിഅമത്ത് കൂടുതലാണ്. പിന്നെ നിങ്ങൾ വിഷമം, നിങ്ങൾക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആണിന് വേറെ, പെണ്ണിന് വേറെ. പിന്നെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ്, പെണ്ണിന്റെ സ്ഥാനത്ത് ആണ്, അത് പാടില്ല. അത് പാടില്ല. അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് പെണ്ണിന് പെണ്ണിൻ്റെതായ സ്ഥലം, ആണ് ആണിൻ്റെതായ സ്ഥലം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, ആണ് പെണ്ണിന്റെ സ്ഥാനത്ത് വരും, പെണ്ണ് ആണിന്റെ സ്ഥാനത്ത് വരും. അത് ഖിയാമത്ത് നാൾ. അത് പ്രതീക്ഷിച്ചോളി. ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ, ഇതൊക്കെ തലതിരിഞ്ഞ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ അതാഅ റജുലു ഇംറഅതഹു.
ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പടി ചെയ്യേണ്ട അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ഒരു പെണ്ണ് ഒരു ബോയ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സഹാബത്തെ. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്, ആണുങ്ങളും പെണ്ണുങ്ങളുടെയും വിഷയത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക്. എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ എന്ത് ചെയ്യും? അത് ഖിയാമത്ത് നാളുടെ അടയാളമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 4 കാര്യങ്ങൾ കൂടുതൽ ചോദിക്കണമെന്നാണ്. അപ്പൊ കൂട്ടത്തിൽ നമ്മൾ സദക്കകളും കൂടെ ചെയ്യണം. നമ്മുടെ അൽഹംദുലില്ലാഹ് നല്ല പരിപാടി നിർത്താൻ സമയമായോ? അല്ല, ബക്കറ്റ് എടുത്ത് ചോദിച്ചാണ്. അല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഈ പിന്നെ സംഘാടകർ 11 മണിക്ക് നിർത്തണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിനാണ് ഈ പെട്ടെന്ന് പരിപാടി തുടങ്ങുന്നത്. മോനെ ഇത് കുറച്ച് കാറ്റ് എല്ലാവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എല്ലാവരും കാര്യമായ ഒരു സദഖ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓണ് തന്നെ ഓണാക്കുന്നുണ്ടോ? മൈക്ക് കുഴപ്പം വരാത്ത രീതി. മൈക്കിന് കൊണ്ട കുറച്ചുകൂടെ സൗണ്ട് കൂട്ടിക്കോ കേട്ടോ. ട്രിപ്പിള് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ബക്കറ്റ് ഒരാളും വെറുതെ വെറും കൈയോടെ പറയരുത്. നല്ല റാഹത്തായിട്ട് ബിസ്മിയും പറഞ്ഞു. അല്ലാഹ്, ഈ ഒരു പരിശുദ്ധമായ മാസമാണ്. ഈ മാസത്തിൽ ഇതിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ദുആയുടെ മജ്ലിസാണ്, നമ്മൾ ദുആ ചെയ്താണ് പിരിഞ്ഞു പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഇരുന്നാലും ഞാൻ കാര്യം പറഞ്ഞു തരും. കാരണം ഇത്രയും 2 മണിക്കൂർ പ്രസംഗിക്കാൻ 9 മണിക്കൂർ യാത്രയാണ്. എല്ലാവരും പറയും 2 മണിക്കൂറത്തെ പ്രസംഗമല്ലേ ഉള്ളൂ, വലിയ കാര്യമല്ല ഉണ്ടെന്ന്. 2 മണിക്കൂർ പ്രസംഗത്തിന് 18 മണിക്കൂർ യാത്രയാണ്. 9 മണിക്കൂർ ഇങ്ങോട്ട്, 9 മണിക്കൂർ അങ്ങോട്ട്. പ്രസംഗം 2 മണിക്കൂറാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 11 മണിക്ക് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് നേരത്തെ പ്രസംഗം തുടങ്ങി നേരത്തെ നിർത്താനാണ് സംഘാടകർ ആഗ്രഹിച്ച് 8 മണിക്ക് വാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ 9 മണിക്കൊക്കെ വന്നൊരു 12 മണിക്കകത്ത് തീർത്തു പോകുന്ന സിസ്റ്റത്തിൽ ഇൻഷാ അല്ലാഹ് വരിക. നമുക്ക് 11 മണി ആയിട്ടുള്ളൂ. ഒരു അരമണിക്കൂറോടൊക്കെ നമുക്ക് പറയാം അല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചൂടല്ലേ, ഇപ്പൊ നല്ല വിശാല സൗകര്യമല്ലേ? അള്ളാഹു നിങ്ങൾക്ക് മഴയും പെയ്പ്പിച്ചു തന്നില്ലേ? നാട്ടിലൊക്കെ അള്ളാഹു മഴയും തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷമിക്കുകയും വേണ്ട. ഇതൊക്കെ നല്ല തുറസായ സ്ഥലമാണ്. AC പോലും ഇത്ര റാഹത്തിട്ടൂല. അപ്പൊ അതുകൊണ്ട് റാഹത്തായിട്ട് ഇരുന്നോളി. നമുക്ക് നോമ്പ് തുറക്കുന്നവരോട് ഇരുന്ന നമുക്ക് പറയാം, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നല്ല സമൂഹം നോമ്പ് തുറയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത വെള്ളിയാഴ്ച 17-ാം രാവൻ ബദരീങ്ങളുടെ ദിവസം ബദർ. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് ആള് വിളിച്ചിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. 10,000-3000 പേരുണ്ടാവും. നല്ലൊരു പ്രസംഗമൊക്കെ വെക്കാൽ എന്താ ബദർ എന്നുള്ളതിനെ കുറിച്ച് ബദറിലെ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ആളുകൾ ഉസ്താദെ അന്ന് ബാത് വെക്കാനല്ല, അന്നും ഇങ്ങനെ നോമ്പ് തുറക്കാൻ തിന്നാൻ വരുന്ന സമയത്തടെ ബാത് വെക്കാൻ തീറ്റി. അപ്പൊ ഈ ഷെഹ്റു റമദാൻ, ഷെഹ്റു റഹ്മത്ത്, ഷെഹ്റുൽ ബർക്കത്ത്, ഷെഹ്റു സബ്ർ എന്നൊക്കെ പറയുന്ന പോലെ ഷെഹ്റു ത്വാമാണ്, ഭക്ഷണത്തിന്റെ മാസം കൂടിയാണ്. എന്തപ്പോ ഭക്ഷണം? ഭയങ്കരമായ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ സദഖയെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എല്ലാ ദിവസവും വരുമ്പോൾ ഒരു 500 റുപ്യ കൊണ്ടുവരണം, ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. അള്ളാഹു വലിയ കൂലി തരും. ഇതൊക്കെ സദഖ. റമളാനിൽ നബിതങ്ങൾ ഇങ്ങനെ ജിബ്രീൽ വന്നപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ കൈ അഴിച്ചിങ്ങനെ അങ്ങോട്ട് സദഖ ചെയ്യുന്നതാണ് കണ്ടത്. ഇപ്പം കിട്ടിയ ഒരു ചാൻസാണിത്. ഈ റമളാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സിൽ എല്ലാ ഖൈറും ബർക്കത്തും ഒക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശം പോലെ നമ്മുടെ ഉദ്ദേശത്തെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ.
അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ സ്ത്രീകൾക്ക് അൽഹംദുലില്ലാഹ്, പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകൾക്ക് വലിയ സന്തോഷമായി കാണും. ഞങ്ങൾക്ക് ഇത്രയും കൂലി ഉണ്ടെന്നുള്ള കാര്യം. ഇനിയുണ്ട് ഒരുപാട് കൂലി, നിങ്ങൾക്ക് മാത്രമുള്ള കുറെ കൂലിയുണ്ട്. അല്ലാഹു അക്ബർ. അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ, പക്ഷെ എന്റെ വിഷയം അതല്ലല്ലോ. സ്ത്രീകളെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു വരുമായിരുന്നു. അപ്പൊ എന്റെ വിഷയമല്ല, എന്റെ യുവാക്കൾ യുവതികളാണ്. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് കയറാണ് എന്റെ ലക്ഷ്യം, അതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറും സാദാ സീത അല്ല. കാരണം ഖുർആൻ നിങ്ങളെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ അത് ഇറക്കി. ആണുങ്ങൾക്ക് അവിടെ സൂറത്ത് ഖുർആനിൽ സൂറത്തു റിജാൽ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ടോ? ഇല്ല. സൂറത്തു നിസാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. സൂറത്തു നിസാ പെണ്ണുങ്ങൾക്ക് എന്നുള്ള ആയത്തുണ്ട്. സൂറത്തു റിജാൽ ഇല്ല. ഒന്നാം ആലോചിച്ച് നോക്കി. സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ ഖുർആൻ പരാമർശിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. സഫാ മർവയ്ക്കിടയിൽ ഓടേണ്ടത് ആരാ? ആ പച്ച ലൈറ്റ് കാണുമ്പം പുരുഷനാ ഓടേണ്ടത്, സ്ത്രീ അല്ല ഓടേണ്ടത്. സ്ത്രീ ഓടണ്ട, നീ പതുക്കെ പയ്യെ പോ. പുരുഷൻ ഓടണം ആ സമയത്ത്. പോ. അല്ല നമ്മളെ ഇട്ട് ഓടിച്ചിട്ട് നിങ്ങളെ പതുക്കെ പതുക്കെ വന്നാൽ നിങ്ങൾക്ക് എത്ര സ്ഥാനാണ്. ഉമ്മാന്റെ കാലിന്റെ കീഴിലാ സ്വർഗം നബി തങ്ങൾ പറഞ്ഞു. ഉപ്പാന്റെ കാലിന്റെ കീഴിൽ നിന്നുണ്ടോ? അതിന് ചില ഉലമാക്കളും ചില മുഹദ്ദിസീങ്ങളും പറയുന്നുണ്ട് അത് മാതാപിതാക്കളെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. കാരണം ഉപ്പാക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ. എന്നാലും നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് എന്താണ്? ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. കാരണം ഉമ്മാന്റെ മഹത്വം അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ടാണ് ഉമ്മ ആരാന്ന് ആദ്യം പഠിക്കണം. നമ്മൾ കാണുന്ന ഉമ്മ ഗർഭിണിയായി പ്രസവിച്ച് മുല കൊടുത്തിട്ട് കൊണ്ടുപോകും, അതെല്ലാം ഉമ്മ. ആ ഉമ്മ എന്നുള്ള സബ്ജക്ട് മാത്രം വെച്ചിട്ട് ഉമ്മ ആരെന്ന് ആദ്യം പഠിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് ഉമ്മുൻ എന്ന വാക്ക് വന്നത്? എന്നാലേ ഉമ്മന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഈ കുട്ടികള് ഈ ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞത്. അത് അത്രയും വലിയ മഹത്വം ഉള്ളത് കൊണ്ടാണ്. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. അല്ലാഹു ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ഖുർആനിൽ ചർച്ച ചെയ്തിട്ട് വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി, മാതാപിതാക്കളെ ഉപകാരം ചെയ്യണേ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹു റൂട്ട് മാറ്റുന്നു. കണ്ടോ? മാതാപിതാക്കളോട് നിങ്ങൾ കരുണ ചൊരിയണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ള പിന്നെ തുടങ്ങുന്നത് ഉമ്മാന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ഉപ്പ നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ഖബർ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. ആ ഖബറിൽ സന്തോഷം ഇറക്കണേ പടച്ചവനെ. അദാബുകൾ ഒഴിവാക്കണേ പടച്ചവനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ നീ അല്ലിയൂനിൽ സ്വാലിഹീങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം. രണ്ടുപേരെ നമുക്ക് കിട്ടണം. ഈ ദുനിയാവിൽ കിട്ടുന്നത് പോലെ സ്വർഗത്തിലും കിട്ടും. അത് കിട്ടും എന്ന് ഖുർആൻ അവിടെയും പറയുന്നുണ്ട്.